വേണ്ട മേഡം. ഓവർ ഭവ്യൊന്നും വേണ്ട, വാങ്ങിച്ചോടാ. കാര്യം നടന്നാ മതി. ശരത്തേ, ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, എന്റെ പൊന്നു പാർവതി, ഇന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നീ എന്താ ഇങ്ങനെ കൂമം കുത്തിയ പോലെ ഇരിക്കുന്നേ? അല്ലമ്മേ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അയ്യോ, ആലോചിച്ച് നീ എന്താ പുതിയ കൂട്ടാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോവാണോ? എടി, ഇന്ന് വൈകിട്ട് കഴിക്കാൻ എന്തെങ്കിലും ആകുമോ എന്നാ ചോദിച്ചത്. ഇപ്പൊ ആവും അമ്മേ. അല്ല, നീ ഇതിന് മാത്രം ഇപ്പൊ ആലോചിക്കാൻ എന്താ? ഇത്രയും ദിവസം നിനക്ക് നിന്റെ മോളെ കുറിച്ചുള്ള ആദ്യമായിരുന്നു. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. കൊച്ചു പിച്ച നടന്നു തുടങ്ങിയില്ലേ? പിന്നെ നാക്കിന് ഇച്ചിരി കുഴച്ചിലുണ്ട്, അതൊക്കെ പതുക്കെ മാറിക്കോളൂ. നിത്യമോൾ എഴുന്നേറ്റതും പതിയെ ചുവട് വെച്ചതും അമ്മയെന്ന് വിളിച്ചതും ഒക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ അപ്പോഴും നമ്മൾ കാത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലല്ലോ അമ്മേ. നിനക്കിനി എന്ത് ചോദ്യത്തിനാ ഉത്തരം വേണ്ടത്? അമ്മേ, അന്ന് നിന്ന നിൽപ്പില് കല്യാണത്തലേന്ന് സ്കൂട്ടർ എടുത്തോണ്ട് ഇവിടുന്ന് പോയ നിത്യമോളെ പിന്നെ നമ്മൾ കാണുന്നത് എവിടെ വെച്ചാ? ആശുപത്രി ഐസിയുല് അല്ലേ? പിന്നെ ഇത്രയും ദിവസവും ചലനശേഷവും സംസാരശേഷിയും ഇല്ലാതെ ഈ വീട്ടില് അവളെ ആരാ ആ അവസ്ഥയിലാക്കിയെന്ന് അറിയണ്ടേ? അതിനി അറിയാൻ എന്തിരിക്കുന്നു പാർവതി? ആ ദേവികയും വക്കീല് ചിത്താർത്ഥനും കൂടി ചേർന്ന് ആ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. അതിന് തെളിവില്ലല്ലോ അമ്മേ. നിത്യമോൾക്ക് ഒന്നും ഓർമ്മയുമില്ല. അത് ശരിയാണല്ലോ. നിത്യക്കൊച്ചൊന്നും പറയാതെ ദേവികയും വക്കീലിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ദേവികയും വക്കീല് ചിത്താർത്ഥനും കൂടി ചേർന്ന് ആ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. അതിന് തെളിവില്ലല്ലോ അമ്മേ. നിത്യമോൾക്ക് ഒന്നും ഓർമ്മയുമില്ല. അത് ശരിയാണല്ലോ. നിത്യക്കൊച്ചൊന്നും പറയാതെ ദേവികയും വക്കീലിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാർവതി, ഞാനൊരു വലിയ ബുദ്ധി പറഞ്ഞു തരാം. അമ്മ പറയേ. നമുക്ക് നിത്യമോളോടെ ഒരു ഉപായം പറയാം. നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ കൊച്ചു നിൽക്കുമല്ലോ, അപ്പൊ കുഴപ്പമില്ല. അന്നേ കൊച്ചിനെ ഉപദ്രവിച്ചത് ദേവികയും സിദ്ധാർത്ഥനും ചേർന്നാണെന്ന് പോലീസിനോട് അങ്ങ് പറയാം. ദേവിക പുതത്തെ പോലീസ് കൊണ്ടുപോയിക്കോളൂ. ഏയ്, അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കൊന്നും വേണ്ടമ്മേ. ഇപ്പൊ ശബ്ദവും ചലനശേഷിയും തിരിച്ചു കിട്ടിയതുപോലെ ഒരു ദിവസം അവൾക്ക് ഓർമ്മയും തിരിച്ചു കിട്ടും. അപ്പൊ സത്യം പുറത്തു വരും. ഇനി അതുവരെ ആ ദേവിക പുതത്തെ നമ്മൾ സഹിക്കണമെന്നാണോ പാർവതി നീ പറയുന്നേ? അല്ലാതെ എന്താമ്മേ നമ്മൾ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. നമുക്ക് പോയി നിത്യമോളോടൊന്ന് ചോദിക്കാം. പലവട്ടം ചോദിക്കുമ്പോ കൊച്ചിന് ഓർമ്മ വന്നാലോ? ഓ, ശരത്തുമോൻ എന്തായാലും ആ പാമ്പിനെ കൊണ്ടുവരാനുള്ള ബുദ്ധി കാണിച്ചത് നല്ല കാര്യമായി. അതല്ലേ മലക്കിടപ്പ് കിടന്ന കൊച്ചു ചാടി എഴുന്നേറ്റത്. ഇത്രയും തങ്കപ്പെട്ടൊരു ചെറുക്കൻ. ഊണിലും ഉറക്കത്തിലും അവന് ചിന്ത നമ്മുടെ കൊച്ചിനെ പറ്റി മാത്രമാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ചിന്തിച്ച് ഈ ബുദ്ധി തോന്നിയത്? അതെ, അതുകൊണ്ട് എന്റെ കുഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റിയല്ലോ, അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ പറ്റിയല്ലോ. ഈ ജന്മം മുഴുവൻ നമ്മൾ ശരത്തിനോട് കടപ്പെട്ടിരിക്കും, അല്ലേ അമ്മേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. നീ വന്നേ, നമുക്ക് കൊച്ചിന്റെ അടുത്തേക്ക് ചെല്ലാം. എന്നിട്ട് നയത്തിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ശരത്തുമോൻ കാണിച്ച ബുദ്ധി പോലെ ചിലപ്പോ എന്റെ ബുദ്ധിപരമായ ചോദ്യം കാരണം നമ്മുടെ കൊച്ചിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയാലോ? വാ പാർവതി. നിത്യമോളെ, മുത്തശ്ശിയെ ഓർമ്മയുണ്ട് നിനക്ക്? എന്തായാലും ഇന്നത്തെ ഈ ദിവസം, ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം മുത്തശ്ശിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം നാഗരാജാവിന്റെ അനുഗ്രഹ. എല്ലാ മാസവും ആയില്യത്തിന് 100 പാലും മുത്തശ്ശി നേർന്നിട്ടുണ്ട്. നന്നായിട്ട് മോള് നടക്കാറായാൽ മോള് തന്നെ പോയി അത് ചെയ്യണം. മോക്ക് അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലേ?
ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്തായാലും നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് കാണുമല്ലോ. അതൊന്ന് പതുക്കെ തെളിഞ്ഞു വന്നാ മതി. ഇല്ല, ഒന്നും എനിക്ക് ഓർമ്മയില്ല. മോൾ എത്ര നാൾ ഇങ്ങനെ കിടന്നറിയോ? കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയത്താ ആശുപത്രിയിലും ഈ കട്ടിലുമായിട്ടിങ്ങനെ. അച്ഛൻ മോളെ നോക്കാനായിട്ടൊരു ഹോം നഴ്സിനെ നിർത്തിയായിരുന്നു. ആ കൊച്ച് മോളെ ഉപദ്രവിച്ചെന്നാ ദേവിക പറയുന്നത്. അതൊക്കെ കള്ളവാ. ഉപദ്രവിക്കാൻ ആ ഹോം നേഴ്സിന് പണം കൊടുത്തത് ആ ഉണ്ടക്കണ്ണി തന്നെയാ. എന്നിട്ട് കള്ളം പൊളിയോ എന്നായപ്പോ ആ പ്ലേറ്റ് അങ്ങ് തിരിച്ചിട്ടു. അതാ സംഭവിച്ചത്. ശരത്തിന്റെ അമ്മ മോളെ കാണാൻ വന്നിരുന്നു പലതവണ. മോളെ ഓർക്കുന്നുണ്ടോ? ശരത്തേട്ടന്റെ അമ്മയോ? അമ്മ വന്നോ? ഓ, പ്രഭമോള് വന്നതുപോലും കൊച്ചിന് ഓർമ്മയില്ല. ഒരു വല്ലാത്ത ഓർമ്മക്കെടായി പോയല്ലോ. ശരത്തിന്റെ അമ്മ വന്നു. നല്ല സ്നേഹമുള്ള അമ്മയാ മോളെ. മോളുടെ അടുത്ത് വന്ന് ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പോ മോൾ എഴുന്നേറ്റതും മിണ്ടിയതും ഒക്കെ അറിയുമ്പോ വരുമായിരിക്കും. പിന്നെ വരാതെ. പ്രഭമോൾ അറിഞ്ഞാൽ ഉടനെ ഓടി പാഞ്ഞിഞ്ഞു വരും. ആ അമ്മയുടെ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ നോക്ക് നിത്യമോളെ. ശ്രമിച്ചാ പറ്റും. ഇല്ല, ഓർമ്മ കിട്ടുന്നില്ല. എന്റെ മഹാദേവ, എന്റെ കൊച്ചിന്റെ ഓർമ്മയും കൂടെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. മോളിങ്ങനെ കിടക്കുമ്പോഴേ ശരത്തുമോൻ പല വഴികളിലൂടെയും കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു. എന്ത് കാര്യം? പറയാം. അന്ന് മോളെ ഉപദ്രവിച്ച് ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്നറിയാമോ? ദേവികയും വക്കീൽ സിദ്ധാർത്ഥനും ചേർന്നാ. ആണോ? അങ്ങനെയാ മോളെ പറയുന്നത്. പക്ഷേ തെളിവുകളൊന്നുമില്ല. തെളിവില്ലാതെ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ മനോഹരേട്ടൻ ദേവികയുടെ പക്ഷത്താണെന്ന് നിനക്കറിയാലോ. കണ്ണ് തുറന്നപ്പോ തന്നെ ഞാൻ കണ്ടത് അവരെയാ. എനിക്കൊന്ന് ഓർമ്മ തിരിച്ചു കിട്ടട്ടെ. ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഓർമ്മ കിട്ടിയതുപോലെ അങ്ങ് അഭിനയിച്ച് ദേവിക ആ വക്കീലും ചേർന്ന് ആ മോളെ ഉപദ്രവിച്ചതാന്നങ്ങ് പറഞ്ഞേക്കണം.